അടിമുടി മാറ്റങ്ങളുമായി ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 3-ാം തീയതി വരികയാണ്. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, ഒരു പ്രൊമോ പോലത്തെ സംഭവം. ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്വന്തമായിട്ടൊരു വീടാണ് വരാൻ വേണ്ടി പോകുന്നത്. കൊട്ടാരം പോലെ ഒരു വീടെന്നൊക്കെയാണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. ഇത്തവണ എല്ലാം ഭയങ്കര ഹെവി ഡെക്കറേഷൻ മോഡിലേക്കും വരാൻ വേണ്ടി പോകുന്ന കുറച്ച് പുതിയ കുറേ കാര്യങ്ങൾ ആ വീട്ടിൽ വരാൻ വേണ്ടി പോകുന്നു. കൺഫെക്ഷൻ റൂം എന്നൊരു സംഭവത്തിന് ഇത്തവണ ഒരു കുമ്പസാര കൂടുമ്പോഴത്തെ മഹാസംഭവമാക്കി മാറ്റാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേ കണക്കത്ത് എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്ന ഡബിൾ ബെഡ്റൂം, ഒരു 20-25 പേർക്ക് കിടക്കാൻ വേണ്ടി പറ്റിയൊരു ഡബിൾ ബെഡ്റൂം, ഒരു ആൾക്കാർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റിയൊരു വിശാലമായ ഒരു പൂമുഖം, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടുക്കള. അതുമാത്രമല്ല, പിന്നെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ വേണ്ടി വലിയ ഒരു ഡൈനിങ് മേശ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യങ്ങളെ കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്തവണ സ്വന്തമായിട്ടൊരു വീട് തയ്യാറാക്കിയാണ് ഇപ്പം ഈ ഒരു സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന. കുറേ വർഷമായിട്ട് ബിഗ് ബോസ് മലയാളം സീസണ് മാത്രം ഒരു സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, അല്ലെങ്കിൽ സെറ്റില്ലല്ലോ എന്ന കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒടുക്കം വന്നേക്കാണ്. ഇത്തവണ എന്താണെങ്കിലും ബിഗ് ബോസ് നടക്കാൻ വേണ്ടി പോകുന്നത് സ്വന്തം സെറ്റിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. EVP ഫിലിം സിറ്റി ചെന്നൈയിലെയും പിന്നെ മുംബൈയിലെ സെറ്റിലുമൊക്കെയാണ് ബിഗ് ബോസ് മലയാളം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം ഇത്തവണത്തെ ഒരു ബിഗ് ബോസും EVP ആയിരിക്കുമോ എന്നുള്ള ഒരു ചർച്ചാ വിഷയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്തവണ നമുക്കൊരു സ്വന്തമായിട്ടൊരു സെറ്റ്, എല്ലാം വിശാലമായ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് ഇപ്പം ഇത്തവണ നമുക്ക് വേണ്ടി ആ ഒരു വീട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആൾമോസ്റ്റ് എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയും റെഡിയാക്കിയിട്ടുണ്ട്. അവർ ഈ വരുന്ന 28-നോ 29-നോ ഒക്കെ ചെന്നൈയിലേക്ക് അങ്ങ് പോകുന്നൊക്കെയാണ് വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന് അവർക്ക് ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിഗേഴ്സൽ, ഡാൻസിൻ്റെ റിഗേഴ്സൽ, പിന്നെ സ്റ്റേജിലേക്കുള്ള എൻട്രി ഷൂട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡിയാണ്. കുറേ പേരും കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ഇല്ലാതെ നമുക്കിവിടെ ആരെയും പേരിവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള കാര്യം ആദ്യമേ സൂചിപ്പിക്കുന്ന. പക്ഷേ കിട്ടുന്ന ഒരു ജെനുവിൻ അപ്ഡേറ്റ് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം വെച്ച് നമുക്കിത്തവണ ഒരു സ്വന്തം സെറ്റിലാണ് ബിഗ് ബോസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, ഇത്തവണ ബിഗ് ബോസിൻ്റെ വോയിസ് ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളൊരു സംസാരം ഇങ്ങനെ പൊതുവെ വന്നായിരുന്നു. ആ ഒരു എനിക്ക് ബിഗ് ബോസിൻ്റെ ഈ ഒരു പ്രൊമോയിൽ വന്ന ആ ഒരു വോയിസ് കേട്ട സമയത്താണ് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്തവണ ബിഗ് ബോസിൻ്റെ ആ ഒരു വോയിസിൽ ഒരു മോഡുലേഷൻ വ്യത്യാസമുണ്ട്. ആ സൗണ്ടിൻ്റെ ഒരു ബാസിലോ അല്ലെങ്കിൽ അതെന്തോ ഒരു ചെറിയ ഒരു മാറ്റം വരുത്തിയാണ് ആ ഒരു പ്രൊമോയിൽ കാണാൻ വേണ്ടി പറ്റിയത്. പണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഒരു കടുത്ത ശബ്ദമൊക്കെ ഇപ്പോൾ ഒന്ന് മാറി, ഇപ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ട് ഒത്തിരി ഒരു വോയിസിന് കുറച്ച് മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതാണ് ആ ഒരു പ്രൊമോയ്ക്കകത്ത് ആ ഒരു ശബ്ദം കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ബിഗ് ബോസിൻ്റെ വോയിസിന് ചെറിയൊരു മാറ്റം വന്നു. ആ ഒരു പഴയ ആളാ തന്നെയാണ്, പക്ഷേ ആ ഒരു വോയിസിൽ എന്തൊക്കെയോ കുറച്ച് വേരിയേഷൻസൊക്കെ വരുത്തി ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിത്തവണ സ്വന്തമായിട്ടൊരു സെറ്റാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ സീസൺ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സീസൺ എങ്ങനെ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്കിപ്പം ഈ നിലവിലിപ്പോൾ തോന്നുന്നൊരു കാര്യം, സീസൺ ഒരു തുടക്കമേ ഒരു വീക്കായിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ കണ്ടസ്റ്റൻസ് വന്ന ആൾക്കാർ അത് അമിത പ്രതീക്ഷയുള്ള ഒരു ആരും അങ്ങനെയില്ല. പിന്നെ രേണുസുതി മിക്കവാറും രേണുസുതി ഉണ്ടെങ്കിൽ ഊഹിക്കാമല്ലോ ഇവിടെ ഒരു അടിയും നാശം വെള്ളപ്പൊക്കമൊക്കെ ആക്കാനുള്ള ഒരു ലേബലാണ് രേണുവിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിപ്പം സ്വന്തം സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കാണ്. പിന്നെ ഈ കണ്ടസ്റ്റൻസ് നല്ലപോലെ ഗെയിം കളിച്ചാൽ മതിയെന്നേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം പറയാം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഓക്കെ, പക്ഷേ തുടക്കമേ തന്നെ ഒരു തലൈവനെ എടുത്തിടല്ലേ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നല്ല ഗെയിം കണ്ട് സപ്പോർട്ട് സിസ്റ്റമാക്കി ഒരാളെ യോഗ്യത ഉള്ള ഒരാൾ ജയിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങൾ കാണും, എനിക്ക് അങ്ങനെ സപ്പോർട്ട് വേണം, ഇങ്ങനെ സപ്പോർട്ട് വേണം. പിന്നെ അതും നിങ്ങളെ കുറ്റം പറയാൻ പറ്റാതെ നിങ്ങളുടെ ഒരു ചോയ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ജയിക്കുന്ന ആരായിരുന്നാലും ഒരു യോഗ്യത ഉള്ള ഒരാളായിരിക്കണം എന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. കാരണം ഇപ്പം തന്നെ പോയ സീസണിലെ ബിഗ് ബോസ് വിന്നറുടെ കുറേ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പല അതിൽ തന്നെ ഉള്ള കുറേ കണ്ടസ്റ്റൻസൊക്കെ എടുത്ത് പലതും ഇങ്ങനെ പറഞ്ഞുണ്ട്. ആ ഒരു കാര്യം വെച്ച്
അർഹതപ്പെട്ട് ഗെയിം കളിച്ച് വരുന്ന ഒരാൾ ജയിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമൊക്കെ വേറെ, പക്ഷേ ഗെയിം നോക്കി കണ്ട് ഒരാളെ വിന്നറാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഉറപ്പിച്ച് പറയാം, ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്വന്തമായിട്ടൊരു സെറ്റ് തുടങ്ങിയാണ് ഈ സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം വെച്ച് ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. നമുക്കും ഒരു സ്വന്തം സെറ്റ് കിട്ടി. ഓഗസ്റ്റ് 3 അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. ഈ വരുന്ന ജൂലൈ 28, 29 തീയതികളിൽ കണ്ടസ്റ്റൻസ് എല്ലാം ചെന്നൈയിലേക്ക് പോകും. ഓഗസ്റ്റ് 3 നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിനകത്തും കാണാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം വെച്ച് ഇനി അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ ടൈമാണ്. നമുക്ക് ഏറെ പ്രതീക്ഷയോടെ വരുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ബിഗ് ബോസിൻ്റെ ഇത്ര ലേറ്റായിട്ടാണ് നമ്മളെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ വരുമെന്ന് കണ്ടറിയാം. തുടക്കമേ ഒരു വീക്കാണെങ്കിൽ പോലും നമ്മുടെ സീസൺ കയറി കൊളുത്താനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ആ ഒരു കാര്യം വെച്ച് ഫുൾ റിവ്യൂ ആയിട്ട് ഈ സീസണിൻ്റെ കംപ്ലീറ്റ് ഡേയ്സ് റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളെ കൂടെ കാണും. ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൊടുക്കുക. ജെനുവിൻ റിവ്യൂ ആയിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ്.